ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് എളുപ്പത്തിൽ ബിസ്ക്കറ്റ് വെച്ചിട്ട് എങ്ങനെ പുഡിങ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കസ്റ്റേർഡ് പൗഡർ കുറച്ച് പാലിൽ കലക്കിയെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രൂട്ടോ മാക്സിൻ്റെ കസ്റ്റേർഡ് പൗഡറാണ് എടുത്തത്. ഏത് പാക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ഇനിയിപ്പോൾ ഇതാ കുറച്ച് പാലൊഴിച്ചിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ കട്ടയില്ലാതെ ഇതൊന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് കലങ്ങി വന്നിട്ടുണ്ട്. കട്ടകളൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്കൊരു പാക്കറ്റ് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 500ൻ്റെ ഒരു പാക്കറ്റ് പാലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറേശ്ശെ നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റേർഡ് പൗഡർ മിക്സ് ഇതിലൊഴിച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ കട്ടയില്ലാതെ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെറ്റായി കഴിഞ്ഞാൽ നമുക്കിനി ഇത് തണുപ്പിക്കാൻ വെക്കണം. ഇനി ഇതിൽ പഞ്ചസാര ചേർത്തിട്ടില്ല. ഞാൻ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊരു ഫോമിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിന് ശേഷം ഇത് നന്നായിട്ട് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷമാണ് നമ്മൾ സെറ്റാക്കുന്നത്. ഇപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഞാൻ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ബിസ്ക്കറ്റ് ഓരോന്നും പാലിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിലിങ്ങനെ ലെയറാക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓരോ ബിസ്ക്കറ്റ് എടുത്തിട്ട് അതിന് വേണ്ടി കുറച്ച് പാൽ ഞാൻ മാറ്റി വെച്ചിരുന്നു. അതിലൊന്ന് മുക്കിയതിന് ശേഷം ലെയറാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് ഒരു ലെയർ ചെയ്തതിന് ശേഷം അതിന് മുകളിൽ ഞാൻ കസ്റ്റേർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഒറ്റ ലെയറിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പം ഞാൻ വീണ്ടും ഒരു ലെയറും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ബിസ്ക്കറ്റ് പാലിൽ മുക്കിയിട്ട് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഏത് ബിസ്ക്കറ്റ് വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനത്തെ ടൈപ്പ് ബിസ്ക്കറ്റുകൾ ഏത് കമ്പനിയുടേതായാലും കുഴപ്പമില്ല. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തത് നമ്മൾ ഒന്നും കൂടി അതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിന് മുകളിൽ ഒരു ലെയറും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ബിസ്ക്കറ്റ് കൊണ്ടുള്ള പുഡിംഗ് ആണെന്ന് വെച്ചിട്ട് അതിനൊരു ടേസ്റ്റ് കുറവുണ്ടാവില്ല. സൂപ്പറാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. ഇനി ഇതിന് മുകളിൽ ഒരു ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് ഞാൻ ടോപ്പിങ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നട്ട്സ് ഗ്രേറ്റ് ചെയ്തിട്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബിസ്ക്കറ്റ് തന്നെ പൊടിച്ചിട്ട് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് സെറ്റായി കിട്ടും. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.